നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഏവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. ട്രംപിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഇന്നു മുതൽ. US ഏർപ്പെടുത്തുന്ന പുതിയ H-1B ഫീസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ അപേക്ഷകൾക്ക് $1 ലക്ഷം, അതായത് 88 ലക്ഷം രൂപ ഫീസാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയത്. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 9:31 മുതലാണ് ഫീസ് ഈടാക്കുക. നിലവിലെ H-1B വിസകൾക്ക് ഇത് ബാധകമല്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുമെന്നും ചേംബർ അറിയിച്ചു. H-1B വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ US നടപടിയിൽ ഇന്ത്യയിലും അമേരിക്കയിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഒറ്റത്തവണ ഫീസാണെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി വിശദീകരണ കുറിപ്പിറക്കിയെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ്. പുതിയ നീക്കം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന വൈറ്റ് ഹൗസ് അവകാശവാദത്തിനെതിരെയും വിമർശനം ശക്തമാണ്. പുതിയ വിശദീകരണം അനുസരിച്ച് പുത്തൻ വിസകൾക്ക് മാത്രമാണ് ഭീമൻ ഫീസ്. നിലവിൽ വിസയുള്ളവർ അമേരിക്കയ്ക്ക് പുറത്ത് യാത്രയിലാണെങ്കിൽ തിരിച്ചെത്തുമ്പോൾ ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല. നിലവിലുള്ള വിസ പുതുക്കാനും ഫീസ് അടയ്ക്കേണ്ട. $1 ലക്ഷം വാർഷിക ഫീസല്ല, ഒറ്റത്തവണ അടയ്ക്കേണ്ട തുകയാണെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവീറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ 65,000 H-1B വിസകളാണ് അമേരിക്ക അനുവദിക്കുന്നത്. 20,000 വിസകൾ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസ വിദേശികൾക്ക് നൽകുന്നുണ്ട്. IT മേഖലയിലെ ഇന്ത്യക്കാരാണ് ഈ വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. ഇന്ത്യൻ ജീവനക്കാരുടെ വരവ് കുറച്ചാൽ അമേരിക്കയിൽ പഠിച്ചിറങ്ങുന്ന അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണം. അതേസമയം ഇന്ത്യയിൽ പുതിയ നീക്കവുമായി മോദി. പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ 5%, 18% എന്നീ 2 സ്ലാബുകളിൽ മാത്രമായിരിക്കും ഇന്നു മുതൽ GST നികുതി നിരക്ക്. 99% സാധനങ്ങളും 5% സ്ലാബിലാകും വരികയെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വിപണിയിൽ നിരീക്ഷണം തുടരുമെന്നും സർക്കാർ അറിയിച്ചു. പാൽ ഉൽപ്പന്നങ്ങൾക്കും GST ഇളവ് കിട്ടിയതോടെ മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. നെയ്യ്, വെണ്ണ, പനീർ, ഐസ്ക്രീം തുടങ്ങി 100-ലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത്. മിൽമ നെയ്യ് 1 ലിറ്ററിന് 45 രൂപ കുറയും. 240 രൂപയുണ്ടായിരുന്ന 400 ഗ്രാം വെണ്ണ 15 രൂപ കുറഞ്ഞ് 225 രൂപയ്ക്ക് കിട്ടും. 500 ഗ്രാം പനീറിന്റെ വില 245 രൂപയിൽ നിന്ന് 234 രൂപയായി കുറയും. 1 ലിറ്റർ മിൽമ വാനില ഐസ്ക്രീമിന്റെ വില 220 രൂപയിൽ നിന്ന് 196 രൂപയായും കുറഞ്ഞിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ലോട്ടറിയുടെ GST കൂട്ടിയെങ്കിലും ടിക്കറ്റിന്റെ വില കൂടില്ല. നിലവിലെ ടിക്കറ്റ് നിരക്ക് തുടരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. സമാന തുകയുടെ എണ്ണത്തിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്താനാണ് തീരുമാനം. കമ്മീഷനിലായിരിക്കും വലിയ കുറവുണ്ടാവുക. ലോട്ടറി GST 28% നിന്ന് 40%ആയാണ് കൂടിയത്. വിലക്കുറവ് സംബന്ധിച്ച് കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കമ്പനികൾ വിലക്കുറവിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കും. അതേസമയം കഴിഞ്ഞ കാലത്തെ അധിക GSTയുടെ ലാഭം സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രം നൽകുമോ എന്ന് അഖിലേഷ് യാദവ് വിമർശിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തിരുന്നു. ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ മോദി GST സേവിങ്സ് ഉത്സവത്തിന് ഇന്നു മുതൽ തുടക്കമാകുമെന്ന് വ്യക്തമാക്കി. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം, യുവാക്കൾ, കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും. ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടും. നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൂടാതെ പലതരം നികുതികൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നെന്നും ജനാഭിലാഷം തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ പരിഷ്കാരത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തത്. 5%, 18% നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരും. അങ്ങനെ വിലക്കുറവിന്റെ വലിയ ആനുകൂല്യമാണ് ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. രാജ്യം പുതിയ GST നിരക്കിലേക്ക് മാറുകയാണ്. വലിയ രീതിയിൽ വിലക്കുറവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. GST നിരക്ക് മാറ്റത്തിൽ ബോധവൽക്കരണത്തിന് ഒരുങ്ങുകയാണ് BJP. ഒരാഴ്ച GST സേവിങ്സ് വാരമായി BJP ആചരിക്കും. നിരക്കുകളിലെ മാറ്റത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും. പദയാത്രകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട്. നവമധ്യവർഗത്തിന് ഇരട്ടി ഐശ്വര്യമാണ് ഉണ്ടാവുകയെന്നും മോദി പറഞ്ഞു. GST മാറ്റം വരുമ്പോൾ വിലക്കുറവ് സംബന്ധിച്ച് വൻകിട കമ്പനികൾ രാജ്യവ്യാപകമായി മുൻകൂട്ടി പരസ്യം നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ
മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കുകയുള്ളൂ. ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണത്തിലാണ് പ്രാബല്യത്തിലാകുന്നത്. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 നികുതി തട്ടുകൾ ഉണ്ടായിരുന്നത് 5%, 18% എന്നിങ്ങനെ 2ആയി ചുരുങ്ങുകയാണ്. നികുതി ഇളവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകാൻ നടപടികൾ സ്വീകരിച്ചെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറവ് സംബന്ധിച്ച് പത്രങ്ങളിൽ വൻകിട കമ്പനികൾ പരസ്യം നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ മുതൽ ചോക്ലേറ്റ് നിർമ്മാതാക്കൾ വരെ പുതിയ വില വിവരത്തെ സംബന്ധിച്ച് പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കൂ. അതേസമയം അമേരിക്കയിൽ H-1B വിസ അപേക്ഷകർക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ച് വൈറ്റ് ഹൌസ്. വിസ അപേക്ഷകരുടെ മറവിൽ IT കമ്പനികൾ വലിയ രീതിയിൽ US പൗരന്മാർക്കിടയിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് ആരോപിച്ചു. ഇതിനാവശ്യമായ തെളിവുകളും വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു. സ്വകാര്യ IT കമ്പനികളുടെ വിസ കണക്കുകളാണ് വൈറ്റ് ഹൌസ് പുറത്തുവിട്ടത്. ഒരു കമ്പനിക്ക് 5189 H-1B വിസകളാണ് കിട്ടിയത്. പിന്നീട് 16,000 അമേരിക്കൻ പൗരന്മാരെ കമ്പനി പിരിച്ചുവിട്ടു എന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വസ്തുതാ പത്രവും വൈറ്റ് ഹൌസ് പുറത്തിറക്കി. US തൊഴിലാളികൾക്ക് പകരം കുറഞ്ഞ ശമ്പളമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് ആശങ്ക പങ്കുവച്ചു. 2003 സാമ്പത്തിക വർഷത്തിൽ H-1B വിസയുള്ള IT തൊഴിലാളികളുടെ എണ്ണം 38% സമീപ വർഷങ്ങളിൽ അത് 65%-ലധികമായി ഉയർന്നുവെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരായതിനാൽ പുതിയ നടപടി ഇവിടെ നിന്നുള്ള തൊഴിലന്വേഷകർക്ക് കനത്ത ആഘാതമാകും. 2024 സാമ്പത്തിക വർഷത്തിൽ ആകെ അനുവദിച്ച 3,99,395 H-1B വിസയിൽ 71% ഇന്ത്യക്കാരായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.